എയിംസ് വിഷയത്തിൽ ബിജെപിയിൽ ഒറ്റപ്പെടുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കേന്ദ്ര നേതൃത്വത്തിന് പരാതി അറിയിച്ചു. സുരേഷ് ഗോപിയുടെ നിലപാടിനൊപ്പം നിൽക്കാനാകില്ല എന്ന് MT രമേശും നിലപാട് അറിയിച്ചു. സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാനൊരുങ്ങുകയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എയിംസ് ആരംഭിച്ച് നാടിന്റെ ആരോഗ്യമേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോഴും ആ നിലപാട് രാജീവ് ചന്ദ്രശേഖർ തിരുത്തിയിട്ടില്ല. മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ തലസ്ഥാനത്തെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് എയിംസ് അനുവദിക്കാമെന്ന നിലപാടിലായിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവന പാർട്ടിയിൽ എയിംസിനെ ചൊല്ലിയുള്ള വടംവലിക്ക് കാരണമായി. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന് ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ ആലപ്പിയില്ല എന്നാണ് നഡ്ഡാജി പറഞ്ഞത്. എയിംസിന്റെ കാര്യത്തിൽ BJP കൂട്ടായ നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് ആലപ്പുഴയിലോ തൃശൂരിലോ കൊണ്ടുവരുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന പൂർണ്ണമായും തള്ളുകയാണ് BJP സംസ്ഥാന നേതൃത്വം. സുരേഷ് ഗോപി തൃശൂരിന്റെ MP ആണ്, കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകും. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. എയിംസ് കേരളത്തിൽ വേണമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. എവിടെ വേണമെന്ന കാര്യത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. BJPക്ക് ഏതായാലും ഇന്ന ജില്ലയിൽ എയിംസ് വേണമെന്നൊന്നുമില്ല, കേരളത്തിൽ ഉണ്ടായാൽ മതി. അത് എവിടെയായാലും കുഴപ്പമില്ല. സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചു. അടുത്തയാഴ്ച ഡൽഹിയിലെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് സൂചന. 27-ന് BJP സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ കൊല്ലത്തെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെയും നേതാക്കൾ പരാതി അറിയിക്കും. ഇതിനിടെ എയിംസ് തലസ്ഥാനത്ത് തന്നെ വേണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്രയോ പാവപ്പെട്ട രോഗികളുണ്ട്. നമുക്കറിയാം മെഡിക്കൽ കോളേജിൻ്റെ തിരക്ക്. ഇപ്പം എത്രയോ പേർക്ക് ആവശ്യമുള്ള ചികിത്സ കിട്ടാതെ മടങ്ങിപ്പോകുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ എയിംസ് അത്യാവശ്യമാണ്. ഞങ്ങൾ ഇന്ന് BJP കൗൺസിലർമാർ കൂടിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ആലോചന നടത്തിയിരുന്നു. എയിംസ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ട നടപടിക്ക് വേണ്ടി സമരം തുടങ്ങാൻ തന്നെയാണ് തീരുമാനം. സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും വിമർശനവുമായി രംഗത്തെത്തി. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വരുമെന്നായിരുന്നു ഒരു ഘട്ടത്തിലെ പ്രതീക്ഷ. എന്നാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എത്തിയ ശേഷം കോഴിക്കോട് മറന്നേക്കാനും കാസർഗോഡ് എയിംസ് വരുമെന്ന സൂചനയും നൽകി. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും മലക്കം മറിഞ്ഞാണ് ആലപ്പുഴയിലും ഒടുവിൽ തൃശൂരും എത്തി നിൽക്കുന്നത്. തൃശൂരും അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. സംസ്ഥാന അധ്യക്ഷനോടോ നേതാക്കളോടോ കൂടിയാലോചിക്കാതെയുള്ള പ്രഖ്യാപനങ്ങൾക്കെല്ലാം കേന്ദ്ര പിന്തുണയുണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ അവകാശവാദം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.